എൻ്റെ ഒരു മാസത്തെ സാലറി കൊണ്ടിട്ട് എൻ്റെ മോക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം അതിനു മുമ്പ് എൻ്റെ മോളൊന്ന് സുന്ദരിയാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിസ്റ്റിലോട്ട് പോയിട്ടോ. അവർക്ക് മിക്കുള്ളപ്പോഴും മുടി വെട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് അവിടെയാണ്. മിക്കുള്ളപ്പോഴും അല്ല, എപ്പോഴും അവിടെയാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഈ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഈ പിള്ളേർക്കൊരു പ്രത്യേക കരച്ചിലുണ്ടല്ലോ. അങ്ങനെ കുറേ കരഞ്ഞ് വിളിച്ച് അങ്ങനെ മുടി ലാസ്റ്റ് വെട്ടിയിട്ടോ. ആ ചേച്ചിനെ വരെ അവൾ പേടിപ്പിച്ചായിരുന്നു. അപ്പോൾ കാര്യത്തിലോട്ട് വരാം. ഈ ഒരു ബോർഡ് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് വന്നത്. അങ്ങനെ നമ്മൾ വന്നത് ആലങ്കോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിലാണ്. കുറേ ദിവസം കൊണ്ട് സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ കുറയും എന്നും പറഞ്ഞ് കാത്തിരുന്നിട്ട് എവിടെ കുറയാൻ, 10-20 അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാം. അങ്ങനെ കയ്യോടിരിക്കുന്ന പൈസയും കൊണ്ട് എന്തായാലും പോയി സ്വർണ്ണം വാങ്ങാന്ന് വിചാരിച്ചു. ഭാഗ്യമെന്ന് നോക്കണേ, അവിടെ ചെന്നപ്പോഴാണെങ്കിലും പണിക്കൂലി ഇത് പ്രമാണിച്ച് കുറവായിരുന്നു. കൈച്ചെയിൻ ആവുമ്പോൾ എന്തുകൊണ്ട് യൂസ് ചെയ്യാന്നുള്ളത് സച്ചിൻ മോഡലാണ്. അപ്പൊ നമ്മൾ സച്ചിൻ മോഡലാണ് കേട്ടോ സെലക്ട് ചെയ്തത്. എനിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ എൻ്റെ മോക്കൊരു ഗോൾഡ് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. ഫാഷൻ കൊണ്ടും പിന്നെ വീട്ടിലെ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൊണ്ടാണ് കേട്ടോ ഞാൻ, എൻ്റെ മോക്ക് അന്ന് 6 മാസേ പ്രായമുള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങി തുടങ്ങി. എൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളും സ്ട്രെസ്സും എല്ലാത്തിനും ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് എൻ്റെ മോളെ പറ്റി ആലോചിച്ചിട്ടായിരുന്നു കേട്ടോ. ഓരോ തവണ ഞാൻ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും അവളെ കാണുമ്പോൾ എനിക്ക് സത്യം പറയാനായിട്ട് കരച്ചിൽ വരുമായിരുന്നു പലപ്പോഴും. അതുകൊണ്ടായിരിക്കും ഈ ഒരു കൈച്ചെയിൻ ഇടുന്ന ടൈമിൽ എൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ നമ്മുടെ മക്കളുടെയും വീട്ടുകാരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമല്ലേ നമ്മുടെ ഓരോരുത്തരും കിടന്ന് കഷ്ടപ്പെടുന്നത്. അൽഹംദുലില്ലാ, പഠിച്ചവനോട് ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.